ഇന്നത്തെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അത്യാവശ്യം പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ ഒക്കെ കൊടുത്തിട്ട് പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് യോക്ക് പാർട്ട് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു 12.5 ഇഞ്ച് ലെങ്തിലാണ് യോക്ക് പാർട്ട് എടുക്കുന്നത്. അപ്പം ആ ഒരു മാർക്ക് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്ക്, ഷോൾഡർ, ആം ഹോള് ഒക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ചസിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഫ്രണ്ട് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 3 ഇഞ്ചസ് ലെങ്തിലും അതേപോലെ തന്നെ ഒരു 3 ഇഞ്ചസ് വിഡ്ത്തിലും 5 ഇഞ്ചസ് ലെങ്തിലുമാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. അളവുകളെല്ലാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ 6 ഇഞ്ചസിൽ ആം ഹോള് ഷോൾഡറും 6.5ലാണ് ആം ഹോളും വരുന്നത്. പിന്നെ ചെസ്റ്റും വേസ്റ്റും വരുന്നത് 8ഉം അതുപോലെ തന്നെ 7ഉമാണ്. എല്ലാം ഞാനൊരു 1.5 ഇഞ്ച് വീതം സീം അലവൻസ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നെക്ക് നമ്മൾ വീനെക്ക് കൊടുത്തിട്ടാണ് പീറ്റർ പാൻ കോളർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒരു വീനെക്ക് കൂടെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഇഞ്ചിൽ തന്നെ ഒരു റൗണ്ട് നെക്ക് കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ റൗണ്ട് നെക്കിലായിരിക്കും നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ബാക്കി മാർക്ക് ചെയ്തിരിക്കുന്ന അളവുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ ബാക്ക് നെക്ക് നമ്മളൊരു 3 ഇഞ്ചിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്കിൻ്റെ ആ ഒരു മെറ്റീരിയലിനെ നമുക്കൊന്ന് ജസ്റ്റ് ബാക്കിൽ നിന്ന് B എന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ വി നെക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കുഴിച്ചുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്കിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് എന്തായാലും ലൈനിങ്ങിന് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള അളവുകളെല്ലാം ബാക്ക് സൈഡിൻ്റെ മെറ്റീരിയൽ വെച്ചതിന് ശേഷം ഒന്ന് അളന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പീറ്റർ പാൻ കോളറിന് വേണ്ടിയിട്ട് നമുക്ക് നെക്കിൻ്റെ അളവൊന്ന് അളന്നെടുക്കണം. അതിനുവേണ്ടി ആദ്യം ഒരു ലൈനിങ്ങിൻ്റെ മുകളിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. കറക്റ്റായിട്ട് നെക്ക് അളന്നെടുത്തതിന് ശേഷം ഒരു 2 ഇഞ്ച് അളവിൽ കൃത്യമായിട്ട് ടേപ്പിങ്ങിന് വെച്ച് കൊടുത്ത് ഒരു 2 ഇഞ്ച് അളവിൽ നമുക്ക് പീറ്റർ പാൻ കോളറിന് വേണ്ട നെക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിലൊരു 1/4 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് കൂടുതലൊന്നും വേണ്ട, 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് മാക്സിമം അത്രമാത്രം ഇട്ടിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് 2ആക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ കോളർ കൊടുക്കുന്നത് 2ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ആ 2നും വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല മെറ്റീരിയൽ അതേ അളവിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എങ്ങനെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് മെറ്റീരിയൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്ക് പ്ലീറ്റ്സ് ഇടുന്ന ആ ഭാഗത്തിലേക്ക് വേണ്ട മെറ്റീരിയലിനെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് അളവെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ലെങ്ത് താഴേക്ക് നമ്മൾ എടുക്കുന്നത് 32 ഇഞ്ചാണ്. 32 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഫ്രണ്ടും ബാക്ക് ആണെങ്കിലും താഴ്ഭാഗത്തേക്ക് സ്കേർട്ട് പാർട്ട് കൊടുക്കാൻ പോകുന്നത്. പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ 32 ഇഞ്ചസ് അളവിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ട മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് വേണ്ട മെറ്റീരിയലിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ബാക്ക് സൈഡിലേക്ക് വേണ്ടിയിട്ടും 32 ഇഞ്ചിൽ ഒരു മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ആദ്യം ഒരു 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യണം. കാരണം അത് പഫ് കൊടുക്കാനായിട്ടാണ്. അതിനെ ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം താഴേക്ക് ഫുൾ സ്ലീവ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 24 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. ആ 3 ഇഞ്ച് വിട്ടതിന് ശേഷം അവിടുന്ന് മാർക്ക് ചെയ്യണം 24 ഇഞ്ച്. അങ്ങനെ 24 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ളതുപോലെ സാധാരണ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യാറുള്ളത് അതേപോലൊക്കെ തന്നെ നമുക്ക് അളവ് കൊടുക്കണം. ഈ അളവുകളെല്ലാം കൊടുക്കുന്നത് ആ 3 ഇഞ്ചിലാണ്. അതിനുശേഷം
നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൃത്യമായിട്ട് അളവെടുത്തതിന് ശേഷം മുകളിലത്തെ ഭാഗത്ത് നിന്ന് തൊട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഈ 3 ഇഞ്ചിൻ്റെ മിഡിലിലൂടെ വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി താഴെ എത്രയാണോ നമുക്ക് വേണ്ടത് അളവ് അതും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് സ്ലീവിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് നടുവിലൊരു നോച്ചിട്ട് കൊടുത്തതുപോലെ തന്നെ നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നമ്മൾ മിഡിലിലൂടെ വന്നൊരു മാർക്ക് ഉണ്ടല്ലോ, അവിടെ കൂടി ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ വരെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ പീറ്റർ പാൻ കോളറിനെ ഒന്ന് നമ്മുടെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ വെച്ചിട്ട് ഒന്ന് അടിച്ച് തിരിച്ച് കറക്റ്റായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമല്ല, ബാക്കിയുള്ള ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൻ്റെ മുകളിൽ വീഴാതെ കറക്റ്റായിട്ട് കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് തിരിച്ചെടുക്കാം. അങ്ങനെ 2 കോളറും കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഇതേപോലെ 2 കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് നമ്മുടെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. മിഡിലിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് സെൻറ്റർ പാർട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് പേൾപ്പിന്നോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാനായിട്ട്. അതിനുശേഷം അതിനെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. പറഞ്ഞതുപോലെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കോളർ 2ഉം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക്, ആ നല്ല ഭാഗത്തിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട്. ലൈനിങ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് അതിന് മുകളിലൂടെ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ എങ്ങനെയാണോ കോളർ അറ്റാച്ച് ചെയ്തത് അതേ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ലൈനിങ് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അതിനുശേഷം ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ഫിനിഷായി കിട്ടും. ഇനി ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ലൈനിങ്ങിന് മുകളിലേക്ക് നമ്മുടെ നല്ല ഭാഗം വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല ഭാഗം രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നല്ല പാർട്ടിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിനെയും എടുത്ത് കൊണ്ടുവന്ന്, അതായത് ബാക്ക് പാർട്ടിൻ്റെ 2 സൈഡിൻ്റെ ഉള്ളിലായിട്ട് ഫ്രണ്ടിൻ്റെ ഷോൾഡർ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഭാഗങ്ങൾ സൈഡുകളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർക്ക് സാധാരണ എങ്ങനെയാണോ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക അതുപോലെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതുമായിരിക്കും കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ 2 ഷോൾഡറും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് നോക്കാം. കറക്റ്റായിട്ട് തന്നെ ഷോൾഡേഴ്സ് 2ഉം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ 3 ഇഞ്ച് മാറ്റി വെച്ചതിൻ്റെ ആ മിഡിൽ ഭാഗത്തിൻ്റെ അവിടെയും കൂടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടത്. അവിടം തൊട്ട് മാത്രമാണ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നൂല് വലിച്ച് വേണമെങ്കിൽ പ്ലീറ്റ്സ് ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് നമുക്ക് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സ്ലീവിലും ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അറേഞ്ച് ചെയ്തെടുക്കണം.
അങ്ങനെ 2 സ്ലീവ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. നല്ല ഭാഗത്തേക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗം വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഒരു ഭാഗത്തേക്ക് പോയി അവിടുന്ന് സൂചി കുത്തി തിരിച്ചു വന്ന് അടുത്ത സൈഡിലേക്ക് പോയി അവിടുന്ന് വീണ്ടും രണ്ടാമത്തെ സ്റ്റിച്ചായിട്ട് തിരിച്ചു വന്ന് മിഡിൽ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഇത് അവസാനിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ 2 സ്ലീവും കറക്റ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ് 2 നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 32 ഇഞ്ചിൽ മാറ്റി വെച്ച മെറ്റീരിയലിനെ ഞാൻ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മെറ്റീരിയലിൻ്റെയും, അതായത് ഇപ്പോൾ 2 കഷ്ണമാക്കി മാറ്റിയതിൻ്റെ 2ൻ്റെയും ഒരു സൈഡ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മടക്കി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു മടക്കിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കൂട്ടി അടിച്ചെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്ലിറ്റ് എത്ര വേണോ അവിടം വരെ നമുക്ക് ഒരുമിച്ച് വെച്ച് ഇതേപോലെ കൂട്ടി അടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ലെങ്തിൽ വെച്ച് കൂട്ടിയടിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. കാരണം താഴേക്ക് അത്രയും ഭാഗം സ്ലിറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ തന്നെ സൂചി കുത്തി തിരിച്ച് ഒന്നുകൂടെ അതിനെ ഒന്ന് സെക്യൂർ ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ പ്ലീറ്റ്സ് ഇടുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എളുപ്പവഴിയായിട്ട് ഇതേപോലെ ഒറ്റ സ്റ്റിച്ച് സ്പീഡിൽ കൊടുത്തതിന് ശേഷം ആ നൂല് വലിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത സെൻറ്ററിൻ്റെ 2 ഭാഗത്തും ഏകദേശം ഒരേപോലെ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക നൂല് വലിച്ച്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം മിഡിലിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കൂട്ടി അടിച്ചു വെച്ച ആ ഒരു ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മിഡിൽ ഭാഗവും ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു പേൾ പിന്ന് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഇനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ഇതേപോലെ ഗ്യാദേഴ്സ് അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ടിൽ ചെയ്തത് അതേപോലെ തന്നെ ബാക്കിന് വേണ്ടിയിട്ടും നമ്മൾ നൂല് വലിച്ച് ഇതേപോലെ ഗ്യാദേഴ്സ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിനെ കൂട്ടി യോജിപ്പിക്കാനായിട്ട്. അങ്ങനെ 2 സ്ലീവിൻ്റെയും താഴ്ഭാഗം ഒരു 1/4 ഇഞ്ച് വീതിയിൽ മാത്രമാണ് ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ അളവുകൾ എത്രയാണോ ആ അളവിനനുസരിച്ച് കൃത്യമായിട്ട് വെച്ച് നമുക്ക് കൂട്ടി അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ സ്ലിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു സ്ലിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സ്ലിറ്റ് വരെ എത്തുന്ന രീതിയിൽ മുഴുവനായിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇപ്പം ഞാൻ ഈ ഡ്രസ്സ് കാണിക്കുന്നത് ആ സ്ലിറ്റ് പിടിപ്പിച്ചതിൻ്റെ അവിടെ ആ മിഡിൽ പാർട്ടിൽ ബട്ടൺ ഒന്നും പിടിപ്പിക്കാതെയാണ്. ഇതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ 2-3 ബട്ടൺ എല്ലാം അവിടെ നടുവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടൺ വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും കാണിക്കാം കേട്ടോ. ഇതേപോലെ ഫുൾ സ്ലീവ് ആയിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കയ്യിലേക്ക് കുറച്ച് കയറ്റി വെച്ചിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മൊത്തത്തിൽ ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ ഇടാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലീറ്റ്സ് എല്ലാം നൂല് വലിച്ചിടുന്നതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ബട്ടൺസ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ.